സാധുക്കളാണ്, പാപികളാണ്, വിവരമില്ലാത്തവരാണ്, അറിവില്ലാത്തവരാണ്, ആഖിർ സമാനിന്റെ ചണ്ടിച്ചവറുകളാണ്, തെറ്റുകാരാണ്, പാപികളാണ്, ദോഷികളാണ്. അല്ലാഹുവേ, നീ റഊഫാണ്, റഹീമാണ്, വദൂദാണ്, കാരുണ്യവാനാണ്, കരുണാമയനാണ്. അല്ലാഹുവേ, നിന്റെ സാധുക്കളിൽ സാധുക്കളായ അടിയാറുകളായ ഞങ്ങൾ നിന്നിലേക്ക് നീട്ടിയ കരങ്ങളെ നിന്റെ മഹദായ ഫള് കൊണ്ട് നീ സ്വീകരിക്കണേ അല്ലാ. നീ ഞങ്ങളെ കബൂല് ചെയ്യണേ അല്ലാ. ഞങ്ങൾ ചെയ്ത അമലുകളെ കൊണ്ടോ ഇബാദത്തുകളെ കൊണ്ടോ ഞങ്ങൾ രക്ഷപ്പെടുമെന്ന ഒരു ഉറപ്പും ഞങ്ങൾക്കില്ല അല്ലാ. നിന്റെ ഔദാര്യമല്ലാതെ, നിന്റെ കാരുണ്യമല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല റബ്ബേ. നീ ഞങ്ങളെ ഏറ്റെടുക്കണേ അല്ലാ, കബൂല് ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, നിന്റെ അടിയാറുകളായി ജീവിച്ച് നിന്റെ അടിയാറുകളായി മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ എല്ലാവരെയും നീ പെടുത്തണേ റഹ്മാനേ. അല്ലാഹുവേ, ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ഖുർആൻ ഓതിയ, ദിക്ർ ചൊല്ലിയ, സ്വലാത്ത് ചൊല്ലിയ, ഹദ്ദാദ് ചൊല്ലിയ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയ എല്ലാ മുത്തുമൂമിനീങ്ങളെയും മുത്തുമൂമിനാത്തുകളെയും നീ സ്വീകരിക്കണേ അല്ലാ, കബൂല് ചെയ്യണേ അല്ലാ, ഇജാബത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഈ വെള്ളിയാഴ്ച രാവ് ജീവിതത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച രാവ് ആക്കല്ലേ അല്ലാ. ഒരുപാട് മുഹറമുകളിലെ വെള്ളിയാഴ്ച രാവുകളെ സ്വീകരിക്കാനും ദിക്ർ ചൊല്ലാനും ഖുർആൻ ഓതാനും സ്വലാത്ത് ചൊല്ലാനും ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊരുത്തത്തിലായി അവിടുത്തെ മദദിലായി ജീവിക്കുന്ന നല്ലവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ നദർ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ മദീനയിൽ ഞങ്ങളെ നീ എത്തിക്കണേ അല്ലാ. മരണം ഖൈറാകുന്ന സമയത്ത് മദീനയിൽ എത്തിക്കണേ അല്ലാ. ജന്നത്തുൽ ബഖീഇന്റെ മണ്ണിൽ ഞങ്ങൾക്കൊരിടം തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ മുത്തുമോമിനീങ്ങൾ മുത്തുമോമിനാത്തുകൾ, ഈ നാട്ടിലെ ഖബർസ്ഥാനിൽ വിശ്രമിക്കുന്നവർ, അല്ലാഹുവേ, ഞങ്ങളെ സ്നേഹനിധികളായ മാതാപിതാക്കളിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ശിഷ്യന്മാരിൽ നിന്ന്, കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ മദനീയ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആരുടെയെല്ലാം ഉപ്പമാർ, ഉമ്മമാർ, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, ജ്യേഷ്ഠ, അനുജ, സഹോദരി, സഹോദരന്മാര്, മൂത്താപ്പമാര്, മൂത്തമ്മമാര്, എളാപ്പമാര്, എളാമ്മമാര്, അമ്മായിമാര്, അമ്മാവന്മാര്, അല്ലാഹുവേ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, ഞങ്ങൾ ദുആ കൊണ്ട് കടപ്പെട്ടവർ, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്നവർ, കഷ്ടപ്പെട്ടവർ, അതിനു വേണ്ടി ഖിദ്മത്ത് ചെയ്തവർ ആരെല്ലാം ഉണ്ടോ അല്ലാഹുവേ, അവരുടെ ഖബറുകളിലേക്കെല്ലാം ഇതിന്റെ മുന്തിയ മിസ്ൽ സവാബ് നീ എത്തിക്കണേ അല്ലാ. ഞങ്ങളെ കൂടെ മദനീയത്തിൽ പങ്കെടുത്ത് ഖുർആൻ ഓതിയിരുന്ന, ദിക്ർ ചൊല്ലിയിരുന്ന, സ്വലാത്ത് ചൊല്ലിയിരുന്ന എത്രയോ ഉമ്മമാരും ഉപ്പമാരും ഇന്ന് ഞങ്ങളെ കൂടെ ഇല്ല. അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളെ കൂടെ ഈ മജ്ലിസിൽ ഉണ്ടാകുമായിരുന്നു. പക്ഷേ 6 അടി മണ്ണിലാണ് അവർ ജീവിതകാലത്ത് ഈ മജ്ലിസിലെ ദുആ ഖബറിൽ ലഭിക്കിടക്കുമ്പോ എനിക്ക് ലഭിക്കുമല്ലോ അല്ലാ എന്ന് പ്രതീക്ഷിച്ച് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുത്തവരാണ്. ഖായിബാക്കി മടക്കല്ലേ അല്ലാ. അവരെ ഖബറുകളിലേക്കും ഇതിന്റെ മുന്തിയ മിസ്ൽ സവാബ് നീ എത്തിക്കണേ അല്ലാ. അവരെ മണ്ണറയും നീ മണിയറയാക്കണേ റഹ്മാനെ. ദോഷങ്ങളെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. പെട്ടെന്ന് അവരെ
തിരിച്ചു വിളിച്ച് ഞങ്ങളെ അനാഥരാക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ മക്കളെ നീ അനാഥരാക്കല്ലേ അല്ലാ. ഞങ്ങളെ ഭാര്യമാരെ നീ വിധവകളാക്കല്ലേ റഹ്മാനെ. ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാ, ഒരു ആക്സിഡന്റിലും പെടുത്തല്ലേ അല്ലാ, ഒരു ദുരന്തങ്ങളിലും ഞങ്ങളെ പെടുത്തല്ല അല്ലാ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, തൂഫാനിനെ തൊട്ട് കാക്കണേ അല്ലാ, വെള്ളപ്പൊക്കത്തെ തൊട്ട് കാക്കണേ അല്ലാ. എത്രയോ വീടുകൾ ഇപ്പോൾ വെള്ളത്തിൻ്റെ അടിയിലാണ്, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. പരിഹാരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മാരകമായ സഹിക്കാൻ കഴിയാത്ത ഒരു ദുരന്തവും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ നാടുകളെ നീ കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ ഒരുമിച്ച് കൂടിയവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഇബ്രാഹിം ഹാജിക്ക് നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരുടെ മാതാപിതാക്കൾ, അവരുടെ ഭാര്യയുടെ മാതാപിതാക്കൾ, അല്ലാഹുവേ, ജ്യേഷ്ഠന്മാരും സഹോദരിയും അടക്കം ഒരുപാട് ആളുകൾ ഖബറുകളിലുണ്ട്. അവരുടെ ഖബറുകളിലേക്കും ഇതിൻ്റെ മുന്തിയ മിസ്ൽ സവാബ് നീ എത്തിക്കണേ അല്ലാ. അവരുടെ മണ്ണറയും നീ മണിയറയാക്കണേ റഹ്മാനെ. സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാ. വലിയ ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധം സ്വർഗത്തിലേക്കുള്ള ബന്ധമാക്കണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ രോഗങ്ങൾ തരല്ലേ അല്ലാ. ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള്, യൂറിക് ആസിഡ്, യോത്തൂറിയ, സോറിയാസിസ്, മൈഗ്രെയിന്, അല്ലാഹുവേ, ഉരവേദന, മുട്ടുവേദന, കാലുവേദന, സഹിക്കാൻ കഴിയാത്ത രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. വല്ല മാരകമായ രോഗത്തിൻ്റെയും അണുക്കൾ ഞങ്ങളെ ശരീരത്തിലുണ്ടെങ്കിൽ നീ മായിച്ച് കളയണേ അല്ലാ. അഹ്ലു ബൈത്തിന് വേണ്ടി 25 സെന്റോളം മാറ്റിവെച്ച ഒരു കുടുംബം ജർമ്മനിയിൽ നിന്ന് വിളിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. മകനിക്ക് സുഖമില്ല, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. ബാപ്പയുടെ മജ്ജ മാറ്റിവെച്ചു, പക്ഷേ കൗണ്ട് കുറവാണ്. ഇപ്പോൾ ഉമ്മയുടെ മജ്ജ മാറ്റിവെക്കാൻ നിൽക്കുകയാണ്. റാഹത്ത് നൽകണേ റഹ്മാനെ. വിഷമങ്ങൾ നീ പരിഹരിക്കണേ അല്ലാ, പ്രയാസങ്ങൾ നീ പരിഹരിക്കണേ അല്ലാ. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് സഹായിച്ച കാരണത്താൽ ആ കുടുംബത്തിന്റെ വേദന നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അങ്ങനെ എത്രയോ ആളുകൾ വെന്റിലേറ്ററിൽ ICUവിലുണ്ട്. കാമിലായ ആജിലായ ശിഫ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് ഏൽപ്പിച്ച ഒരുപാട് മുത്തുമൂമിനീങ്ങൾ, മുത്തുമൂമിനാത്തുകൾ, ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാ, ഖായിബാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ മജ്ലിസ് നടത്തുന്നതും ഈ മജ്ലിസിൽ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾ മുടങ്ങാതെ ഞങ്ങൾ ഹദ്ദാദും ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലുന്നതും ഏറ്റവും ഞങ്ങളെ മുറാദ്, ഞങ്ങളെ ആഖിബത്താണ് റഹ്മാനേ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ, മൂമിനായി മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദുമാർ, മുഴുവൻ ഉസ്താദുമാർക്കും ഗുരുനാഥന്മാർക്കും നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം അവരുടെ തണൽ ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാ, അദബുള്ള മക്കളാക്കണേ അല്ലാ, ഹാഫിളീങ്ങളാക്കണേ അല്ലാ, ആലിമീങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. ഞങ്ങൾ കാരണം അവരോ, അവര് കാരണം ഞങ്ങളോ വേറൊരാളുടെ മുന്നിൽ നാണം കെടേണ്ടി വരുന്ന ഒരു സെക്കൻഡ് പോലും നീ തരല്ലേ അല്ലാ, നീ നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, ഇബ്രാഹിം ഹാജിന്റെ മക്കള് ഷാമിലെ സ്വാദിഖ്, ഷാക്കിർ, അല്ലാ, അവരുടെ ഭാര്യമാര്, മക്കള്, അല്ലാഹുവേ, അവരുടെ കുടുംബങ്ങള്, അവരുടെ കച്ചവടം, ബിസിനസ് ഏർപ്പാടുകൾ, അതുപോലെ ഇവിടെ ഒരുമിച്ച് കൂടി അവരുടെ കച്ചവടങ്ങൾ, ബിസിനസ്സുകൾ, ഏർപ്പാടുകൾ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ വിഷയങ്ങൾ എല്ലാത്തിലും നീ റാഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഉമ്മക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടി ഏതൊക്കെ ഉമ്മമാരുണ്ടോ, ഏതൊക്കെ ഉപ്പമാരുണ്ടോ, എല്ലാവർക്കും നീ ഖൈർ ചൊരിയണേ അല്ലാ. നടന്ന കല്യാണത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. നല്ല മക്കളെ നൽകണേ അല്ലാ. നല്ല കുടുംബജീവിതം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സ്വർഗം നിർബന്ധമാക്കണേ അല്ലാ, നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ.
വലത് കൈയിൽ കിതാബ് തരണേ അല്ലാ. സിറാത്ത് പാലം മിന്നൽ വേഗതയിൽ കടക്കുന്നവരിൽ പെടുത്തണേ അല്ലാ. اللهم إنا نسألك بحق الفاتحة المعلمة والسبع